അപ്പോൾ ഗൈസ് ഗോവയിലെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ട്രാവലറിലാണ് പോയത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്കൂട്ടിയാണ് എടുത്തിട്ടുണ്ടായത്, സെക്കൻഡ് ഡേ ട്രാവലറിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അത് ഈ ഒരു ചർച്ചിലേക്കാണ് കേട്ടോ പോയത്. നല്ല പഴക്കമുള്ള ഒരു ചർച്ചായിരുന്നു. പേര് എനിക്ക് വലിയ ഓർമ്മയില്ല, പക്ഷേ സംഭവം നല്ല അടിപൊളിയായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്, പക്ഷേ ഞാൻ ഇരുന്നപ്പോഴേക്ക് ഈ ചെയർ ഇളകുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി, അകത്ത് ഇങ്ങനെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അൽത്താര ഒക്കെ കണ്ടു. പിന്നെ അടുത്ത പള്ളിയിലേക്ക് ഞങ്ങൾ പോയി. ഇവിടെ മദർ തെരേസയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് വലുതായിട്ട് മനസ്സിലായില്ല. എന്തായാലും സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഈ കാണുന്നത് എൻ്റെ പേഴ്സണൽ ക്യാമറമാനാണ്. ഞാൻ ഏത് ഫോട്ടോ ഏത് ആംഗിളിൽ വേണമെന്ന് പറഞ്ഞാലും എങ്ങനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് എടുത്തു തരുന്ന എൻ്റെ സ്വന്തം ക്യാമറമാനാണ് ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചർച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ഏട്ടൻ സയാനെ എടുത്ത് തോളത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ നടന്നു പോയില്ലേ, അതേപോലെയാണ് രണ്ടാളുടെയും പോക്ക്. അപ്പോൾ കണ്ടപ്പോൾ ഒരു രസം, ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇത് കാസിനോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ നേരിട്ടത് കാണുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഗോവയിലെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, നല്ല നീറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് കേട്ടോ, വലിയൊരു പള്ളി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെ റോഡുണ്ട്. അതായത് റോഡിൻ്റെ അവിടെ നിന്ന് നേരെ നമുക്ക് നോക്കി ഇങ്ങനെ ഈ പള്ളി കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും നല്ല ഭംഗിയാട്ടോ കാണാൻ. സയാൻ പിന്നെ ഫുൾ ടൈം ഓണായിരുന്നു. നിലത്ത് വെച്ചതേ ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് വീഴും, ഇടയ്ക്കൊന്ന് കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. 2 ദിവസം അവനെയും കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഗോവ ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ബീച്ചിലൊക്കെ പോയി അവിടുത്തെ ഒരു ഉത്സവത്തിനൊക്കെ കൂടി നേരെ വണ്ടി കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ 2 ദിവസത്തെ ഗോവ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. ശുഭം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.